മോത്തി, ഈ അമ്പലത്തിനുള്ളില് ഇപ്പോ പൂജകളൊക്കെ നടക്കുകയാണോ? തിരക്കിന് അല്പമെങ്കിലും ഒരു ശമനം വന്നിട്ടുണ്ടോ? സേതു, തിരക്കിന് യാതൊരു ശമനവും ഇതുവരെയും വന്നിട്ടില്ല. തിരക്ക് ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇനി അടുത്ത ഊഴം കാത്ത് വീണ്ടും ഓരോ സംഘങ്ങളായി നടപ്പന്തലിൽ ഇങ്ങനെ ഭക്തജനങ്ങളുടെ നീണ്ട നിര തന്നെയാണ്. ഇത് എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി പൊങ്കാല അടുപ്പുകളുടെ അടുത്തേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ് എല്ലാവരും ഉള്ളത്. അതിനൊപ്പം ഇപ്പോൾ 8:30 മണി സമയമായി. 8:30-ക്ക് പന്തീരടി പൂജയും ദീപാരാധനയും ആണ് ഇവിടുത്തെ ചടങ്ങുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടവയാണ്. ഈ പറഞ്ഞ 6:40-നുള്ള ഉഷപൂജയും ദീപാരാധനയും കഴിഞ്ഞാൽ നടക്കുന്ന പന്തീരടി പൂജയും ദീപാരാധനയും. അതിനുശേഷം 10 മണിക്കാണ് ഇവിടെ ശുദ്ധ പുണ്യാഹം നടത്തുക. പിന്നെ പൊങ്കാല ആരംഭിക്കുന്നത് 10:30-നാണ്. ക്ഷേത്ര തന്ത്രികൾ മേൽശാന്തിക്ക് ക്ഷേത്രത്തിൽ നിന്നും ശ്രീകോവിലിൽ നിന്നുമുള്ള അഗ്നി പകർന്ന് ഭണ്ഡാരടുപ്പിലേക്ക് ഈ അഗ്നി പകരുന്നതോടുകൂടി ഈ വർഷത്തെ പൊങ്കാല മഹോത്സവത്തിന് ആരംഭമാവുകയാണ് സേതു. അങ്ങനെ അതിഗംഭീരമായ തിരക്ക് ഇപ്പോഴും നടക്കുന്നുണ്ട്. തോറ്റംപാട്ട് നടക്കുന്നു, ഭണ്ഡാരടുപ്പ് ഇങ്ങനെ ഒരുങ്ങിയിരിപ്പുണ്ട്. 10:30-ഓടുകൂടിയാണ് ഇത് നടക്കുക, ഈ ചടങ്ങ് നടക്കുക. അതിനുശേഷം ഈ നാടും നഗരവും കാത്തിരുന്ന, ഒരു വർഷക്കാലം കാത്തിരുന്ന പൊങ്കാലയ്ക്ക് ആരംഭമാവുകയാണ്. എല്ലാ അടുപ്പുകളിലേക്കും തീ പകരുന്നതോടുകൂടി ഈ വർഷത്തെ ഭക്തി നിർഭരമായ പൊങ്കാല ഉത്സവം അങ്ങനെ സാക്ഷാത്കരിക്കപ്പെടുകയാണ്. മനസ്സിലെ ഓരോ ആഗ്രഹങ്ങളുമായി, അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ പൂർത്തിയായതിൻ്റെ നന്ദി സൂചകമായി ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്നെത്തിയ ഭക്തരൊക്കെയും ഒരേ മനസ്സോടുകൂടി നിറകണ്ണുകളോടുകൂടി അമ്മയെ സ്തുതിച്ചുകൊണ്ട് നഗരമെങ്ങുമുള്ള കാഴ്ചയാണ് നമുക്ക് ഇന്ന് കാണാനാവുന്നത്. ക്ഷേത്രത്തിനുള്ളിൽ നിന്നും എടുത്തു പറഞ്ഞാൽ ക്ഷേത്രത്തിലെ എല്ലാ ഭക്തജനങ്ങൾക്കും ഒരേ ഭാവത്തോടുകൂടി, ഒരേ മനസ്സോടുകൂടി ഒപ്പം നിൽക്കുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണാനാവുക ചെയ്തു. അതുതന്നെയാണ് ഇന്നത്തെ കാഴ്ച എന്ന് പറയുന്നതും. കണ്ണെത്താ ദൂരത്തോളം നിരന്ന പൊങ്കാല അടുപ്പുകളും ഒപ്പം തന്നെ പ്രാർത്ഥനാ നിർഭരമായ മനസ്സുമായി അവയ്ക്ക് കാവലിരിക്കുന്ന ഭക്തലക്ഷങ്ങളും. അതല്ലാതെ ഇന്ന് ഈ ആഴ്ചകാൽ പൊങ്കാല ദിനത്തിൽ നമുക്ക് മറ്റെന്ത് കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്? നമ്മുടെ മനസ്സ് നിറയ്ക്കുന്ന ഒരു കാഴ്ച തന്നെയാണ്, നയനസുഖം നൽകുന്ന കാഴ്ച തന്നെയാണ് ഇന്ന് അനന്തപുരി വാസികൾക്കാകെയുള്ളത്. നമ്മളിപ്പോൾ പോകുന്നത് ഹരിയിലേക്ക് പോവുകയാണ്. ഹരി നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ മുൻവശത്തുണ്ട്. ഹരി, നമ്മുടെ ഈ ഒരുക്കങ്ങളൊക്കെ കാണുന്ന ഒരു സമയത്തുണ്ട്, ഞാൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് ആറ്റുകാൽ പൊങ്കാല. കഴിഞ്ഞ വർഷവും ആറ്റുകാൽ പൊങ്കാല ഇട്ടതാണ്, ഇക്കുറി അതിന് സാധിച്ചില്ല. പക്ഷേ അത് ഭയങ്കരമായിട്ടും എനിക്ക് വിഷമം തോന്നി. ഈ കാഴ്ചകളൊക്കെ കാണുമ്പോൾ അവിടെ ഒന്ന് കൂടാൻ പറ്റിയില്ലല്ലോ, പൊങ്കാല അർപ്പിക്കാൻ കഴിയില്ലല്ലോ എന്നൊക്കെ ഓർക്കുമ്പോൾ. അപ്പോൾ ഏതുവരെയായി നമ്മുടെ കിഴക്കേക്കോട്ടയിലെ ഒരുക്കങ്ങളൊക്കെ? ആശങ്ക ഉണ്ടാക്കിയിരുന്നു, പക്ഷേ ഇപ്പോൾ കാലാവസ്ഥയൊക്കെ മാറി നല്ല തെളിഞ്ഞ കാലാവസ്ഥയായി വരികയാണ്. ഇവിടെ കണ്ടാൽ അറിയാം, എല്ലാവരും അവരുടെ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഓരോ വിഭവങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ്. അതായത് 10:30-ഓടുകൂടി അടുപ്പിൽ അഗ്നി പകർന്നാൽ പിന്നെ അതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പല്ല, പിന്നെ അതെല്ലാം പാകം ചെയ്ത് വരുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പായിരിക്കും. എന്തായാലും ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ പരിസരത്തുള്ള തിരക്ക് ഇപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുന്നു. ഇത് നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോൾ ണമെന്ന ആഗ്രഹത്തോടു കൂടിയാണ് ഭൂരിഭാഗം പേരും ഇവിടേക്ക് എത്തുന്നത്. പക്ഷേ അങ്ങ് എത്തിപ്പെടാൻ പറ്റാത്ത, ഇപ്പോൾ ഇവിടെ നിന്നൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങ് അറ്റം വരെ, ഇപ്പോൾ ഈ 2.5 കിലോമീറ്ററും പൊങ്കാല തന്നെയാണ്. അപ്പോൾ ഈ പരിസരത്ത്, ആറ്റുകാൽ പരിസരത്ത് ഇടാൻ പറ്റാത്തവർ കിഴക്കേക്കോട്ടയിലെ ഈ ഒരു മേഖലയിൽ പൊങ്കാല അർപ്പിച്ചതിന് ശേഷം മടങ്ങുന്നു. ഇവിടെ തന്നെ റോഡിൻ്റെ ഇരുവശത്തും സാധാരണ നമ്മൾ കാണുന്നത്, കഴിഞ്ഞ വർഷമൊക്കെ കണ്ടതെന്ന് പറയുന്നത് ഈ 2 റോഡിൻ്റെയും 2 സൈഡിലായിട്ട് പൊങ്കാല കലങ്ങൾ കാണാറുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു വരിയല്ല, ചിലയിടത്ത് തിരക്ക് കാരണം 2 വരിയൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് റോഡിൻ്റെ 2 ട്രാക്ക് ഉണ്ടെങ്കിൽ അതിൻ്റെ 2 വശത്തും പൊങ്കാലയുണ്ട്. അതുപോലെ തന്നെ അടുത്ത റോഡിലും ഉണ്ടായിരിക്കും. കഴിഞ്ഞ വർഷം അങ്ങനെ ആയിരുന്നില്ല. ഇപ്പോൾ ഈ തിരക്ക് കൂടുതലായതുകൊണ്ടാണ് ഇത്തരത്തിൽ കാണാൻ സാധിക്കുന്നത്. ഇപ്പോഴൊക്കെ KSRTC സർവീസ് നടത്തുന്നുണ്ട് ഈ ഭാഗത്തൊക്കെ. പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു 9 മണി 10 മണിയൊക്കെ ആകുമ്പോൾ KSRTC സർവീസ് ഈ ഭാഗത്തുണ്ടാവില്ല. പിന്നെ ഈ പൊങ്കാല അർപ്പണമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു 2:30-ക്ക് ശേഷം മാത്രമായിരിക്കും പിന്നെ KSRTC സർവീസുകൾ നടത്തുക എന്നാണ് നമുക്ക് തോന്നുന്നത്. ഇവിടെ എത്തിയ